ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് വിത്ത് ഷിനിൽ. ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു ഓണം വ്ളോഗാണ് ചെയ്യണം. അപ്പോൾ ഒരുപാടത്തേക്ക് ശേഷം നമ്മൾ ക്യാമറയിൽ വന്നിട്ടുള്ള ഒരു വ്ളോഗാണ്. സാധാരണ നമ്മൾ കുറച്ച് വിഷ്വൽസ് ഇട്ടിട്ട് പുറകെ നിന്ന് സൗണ്ട് കൊടുക്കുന്ന വ്ളോഗ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീട്ടിൽ ഓണം ആഘോഷിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്ത നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, അതുപോലെ നമ്മുടെ സ്കൂട്ടർ, അതുപോലെ നോക്കിയേ നമ്മുടെ സാഫല്യം വീട്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ഇതുണ്ട നമ്മുടെ പൂക്കളം. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഡ്രസ്സിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പൂക്കളം, നമ്മുടെ കിളി, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ, ഇവിടെ നമ്മുടെ താമര, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയാണ്. അതുപോലെ നേരത്തെ നമ്മുടെ പൂക്കൾ ഇട്ടതൊക്കെ ഒന്ന് കാണാം, അതിനുശേഷം നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതുണ്ട ഒരു ഹൈബ്രിഡ് ചെമ്പരത്തി നല്ല എന്താണ് രസമായിട്ട് ഇന്ന് എന്താണ് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മുട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് മേടിച്ച ചെമ്പരത്തിയാണ്. ഇവിടെ അതേ ബുദ്ധൻ്റെ പ്രതിമ, അതുപോലെ വാൾ മൗണ്ട് അക്വേറിയം, ഇവിടെ സാഫല്യം എന്ന് നമ്മൾ എഴുതിയേക്കണത് കണ്ട. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കണ്ട, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ. ഇതാണ് സന്ദർശക റൂം. ആൾക്കാർ കയറി വരുമ്പോൾ കാണുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എന്താണ് ഒരു സിറ്റ് ഔട്ട് ബെഞ്ചുണ്ട്. അതുപോലെ ഇവിടെ ഒരു 2 ചെറിയ പഴയ കസേര, നമ്മുടെ ചാരി കസേര ഇല്ലേ, പണ്ടത്തെ ചാരി കസേര. അതുപോലെ ഇവിടെ ഒരു റൗണ്ട് ടേബിൾ, ഇവിടെ കോർണർ ഷെൽഫ്, പിന്നെ അത് ഇവിടെ നമുക്ക് വന്നിരിക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബെഡാണ്. ആ ബെഡ് ഇപ്പോൾ ഉപയോഗിക്കണില്ല. അപ്പോൾ ഇവിടെ ഗസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതേ ഇവിടെ കണ്ടു, ഇവിടെ നമ്മുടെ കൃഷ്ണൻ, അതുപോലെ തന്നെ മാതാവ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇവിടെ പ്രിയയുടെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ. ഇവിടെ നമ്മുടെ ഷെൽഫ് സോക്കേഴ്സാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെ നല്ല പെയിൻറ്റിങ്ങൊക്കെ നമ്മളിവിടെ തൂക്കിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ കേർട്ടൺ വെച്ചിട്ട് നമ്മൾ മറച്ചേക്കാണ്. ഇതാണ് കേർട്ടൺ. അപ്പോൾ കേർട്ടൺ വെച്ച് നമ്മളിങ്ങനെ മറച്ചേക്കാണ്. അപ്പോൾ ഇവിടെ ബുദ്ധൻ്റെ കേർട്ടണാണ്. അപ്പോൾ എന്താണ് വിസിറ്റേഴ്സ് വന്നാലും അവർക്ക് വീടിൻ്റെ ഉള്ളിലേക്കുള്ള കിച്ചണാ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്കുള്ള വിഷ്വൽസ് ഒന്നും കിട്ടാത്ത വിധത്തിൽ നമ്മളിത് മറച്ചേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് സന്ദർശക റൂം. ഇനി നമുക്കൊന്ന് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇതേ നമ്മുടെ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ ഉള്ളേരിയയിലേക്ക് വരും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ വന്നത്. അവിടെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ആ ഭാഗം. ഇതിൻ്റെ മുകളിലേക്ക് കൂടി കയറിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എഡുവിൻ്റെ റൂമ്, ഇത് ഞങ്ങളുടെ റൂമ്, ഇതേ ഈ കാണുന്നത് ഈടത്തിൻ്റെ റൂമ്, ഇത് നമ്മുടെ കിച്ചൺ. അങ്ങനെയാണ് നമ്മുടെ ഇത്. അപ്പോൾ അതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടികൾ. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എത്ര പൂ മേടിച്ചേക്കണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂ തന്നെ ഇട്ടിട്ട് നമ്മളിത് ചെറിയൊരു ഓണക്കളം. അപ്പോൾ ഇലകൾ ഉണ്ടായിരുന്നില്ല, ഇലകൾ ചീമക്കൊന്നയുടെ ഇല എടുത്തിട്ട് അത് വെട്ടിയാണ് ഈ ഇടുന്നത്. അപ്പോൾ ഞാനും പ്രിയയും അതുപോലെ പ്രിയയുടെ അമ്മയും ഫാദറൊക്കെ കൂടിയാണ് നമ്മൾ ഈ ഒരു കളം ഇട്ടത്. അപ്പോൾ ഒരു എന്താണ് ഒരുമയുടെ ഐശ്വര്യത്തിൻ്റെയൊക്കെ ആഘോഷമാണ് ഓണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒത്തൊരുമിച്ചൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ. എല്ലാ വർഷവും നമ്മൾ ഇതേപോലെയൊക്കെ ചെറിയൊരു ഓണം ആഘോഷിക്കാറും സദ്യയൊക്കെ വെക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് സാഫല്യം വീട്ടിലെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓണക്കളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കണം. തൂത്ത് വൃത്തിയാക്കി, ഞാൻ തന്നെ എല്ലാം തൂത്ത് വൃത്തിയാക്കി നല്ല ക്ലീനാക്കി നീറ്റാക്കി. ഇതാണ് നമ്മുടെ കളം. അപ്പോൾ ഇത്രയും ചെറിയ പൂക്കൾ കൊണ്ടാണ് നമ്മളിങ്ങനെ കളം ഉണ്ടാക്കിയേക്കണം. ഇനി നമുക്ക് പതുക്കെ സദ്യയിലേക്ക് കിടക്കാം. അപ്പോൾ സദ്യ പ്രിയ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയേക്കണം. പിന്നെ പ്രിയയുടെ അമ്മ സഹായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതേ സദ്യക്ക് ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയയുടെ ഫാദറിൻ്റെ അപ്പുറത്തൊരു എന്താണ് കൾട്ടിവേഷൻ സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇലയൊക്കെ കൊണ്ടുവന്നു. ഇതിൻ്റെ അകത്ത് വെറൈറ്റി ആയിട്ട് നമുക്ക് ഇന്നുണ്ടായിരുന്നത് ചെറിയൊരു കൊഴുവ വറുത്തതുണ്ടായിരുന്നു. ബാക്കിയെല്ലാം വെജിറ്റബിൾ കറിയൊക്കെ തന്നെ ആയിരുന്നു. കുത്തരി, അതുപോലെ തന്നെ എന്താണ് സാമ്പാർ, അവിയലി, അങ്ങനെയുള്ള ഒരുപാട് വെജിറ്റബിൾ കറികളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഓണത്തിൻ്റെ എല്ലാ ഒരു ആഘോഷം നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു. അപ്പോൾ വൈഫ് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല രുചിയുള്ള ആഹാരമൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓണമാണ്. കാരണം ഈ വീട്ടിലെ ആദ്യത്തെ ഒരു ഓണമാണ്. അപ്പോൾ ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയാവുന്നത് പോലെ ഇതൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും നമ്മുടെ വിജയത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ബിസിനസ്സൊക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. പ്രിയയുടെ പഠിപ്പ് നന്നായിട്ട് പോകുന്നുണ്ട്. ഈ വർഷമൊക്കെ പഠിപ്പൊക്കെ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു ജോലിയിലേക്കും അതുപോലെ ബിസിനസ്സിലോട്ടൊക്കെ പ്രവേശിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉന്നതി വിജയങ്ങളുണ്ടാവും. അപ്പോൾ അതേ ഞങ്ങൾ ചെറിയൊരു അടപ്രഥമനുണ്ട്. അപ്പോൾ ആ പ്രഥമൻ എനിക്കിഷ്ടം ഇങ്ങനെ പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനാണ്. അപ്പോൾ ഞാൻ
പപ്പടമൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് പടപ്രഥമനോട് ഒഴിച്ച് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ നല്ല അടിപൊളി ഓണം വരുന്നു. ഓണം കഴിയുകയാണ്, സങ്കടമാണ്. എന്നാലും ഓണം വലിയൊരു പ്രതീക്ഷയുടെ ഓണമാണ്. ഇനിയും വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയുടെ ഓണം. അപ്പോൾ ഞാൻ നമ്മുടെ പാലട കഴിച്ച് ഇന്നത്തെ ഓണസദ്യ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആഘോഷങ്ങളെന്നും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, താങ്ക് യു.